നമ്മളങ്ങനെ ആദ്യത്തെ സ്പോട്ടായ മഞ്ചരാബാദ് ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നടന്ന് കുറച്ച് ദൂരം മേളിലേക്ക് കയറി വേണം ഫോർട്ടിലെത്തുവാൻ. ഇത് ടിപ്പുവിന്റെ കാലത്ത് ഉണ്ടാക്കിയ കോട്ടയാണ്. എന്തായാലും അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. സക്ലേഷ്പുര വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഫോർട്ടാണ്. കാരണം അത്ര മനോഹരമായി കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു ഫോർട്ടാണ്. താഴെ കാണുന്ന അങ്ങ് ദൂരെയുള്ള വാലി വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ? അങ്ങ് പാടങ്ങളും ചെറിയ ചെറിയ കുന്നുകളും മലകളും അങ്ങ് ചെറിയ പുതിയ റിസോർട്ടുകൾ. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. ലോറിയും കാറുകളൊക്കെ വരുന്നുണ്ട്. ഇത് ടിപ്പുവിൻ്റെ കാലത്ത് നിർമ്മിച്ചിരുന്ന കോട്ടയാണ്. ഇതൊരു സ്റ്റാർ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡ്രോൺ വെച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് ശരിക്കും സ്റ്റാർ രീതി കാണാൻ കഴിയൂ. സൈഡിൽ നോക്കി അങ്ങനെ സ്ക്രീൻ കാണാൻ കഴിയുന്നതല്ല. ടോപ്പിലോട്ട് ഇപ്പോൾ നല്ല റഷാണ്. ഒത്തിരി പേരാണ് ഇപ്പം മേലോട്ട് കയറി പോകുന്നത്. ഞങ്ങൾ കയറി പോയപ്പം വളരെ ആൾക്കാർ കുറവായിരുന്നു. ഇപ്പം ജസ്റ്റ് നമ്മുടെ ഒരു കമ്പനിക്ക് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്താൻ പോവുകയാണ്. ഇങ്ങനെ ഫൈനലി ഫോർട്ടിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എത്തിയിരിക്കുകയാണ്.
കഴിഞ്ഞ കൂർഗ് ട്രിപ്പിനെക്കാളും അടിപൊളിയായിട്ട് തോന്നിയ ട്രിപ്പാണ് ഈ സക്ലേസ്പൂർ ട്രിപ്പ്. മോസ്റ്റായിട്ട് ഇവിടെ കാണാൻ കഴിഞ്ഞത് റോഡിൻ്റെ ഇരുവശത്തും ഫുൾ കൃഷികളും എല്ലാം കാര്യങ്ങളായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ ശരിക്കും മനസ്സ് കുളിർക്കുന്ന കാഴ്ചകളാണ്. സക്ലേസ്പൂരയിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ് ധാരാളം കാപ്പിത്തോട്ടങ്ങൾ. ഇപ്പം എന്തായാലും നമുക്കൊന്ന് കോഫി പ്ലാന്റേഷനിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. എനിക്ക് ചുറ്റും കാണുന്ന എല്ലാം കോഫി പ്ലാന്റേഷനാണ്. ഇത് അവിടെ അടുത്തതായി നമ്മൾ പോകുന്നത് സക്ലേസ്പൂരിലുള്ള ബിസ്ലെ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ്. കയറി താഴത്തെ വ്യൂ കാണാൻ പറ്റുന്നതാണ്. ഇന്ന് രാവിലെ തൊട്ട് മഴ ആയതുകൊണ്ട് ഫുൾ മഞ്ഞ് കയറി കോടമഞ്ഞ് കയറി നിൽക്കുകയാണ്. ഇപ്പോൾ ചെറിയ കാറ്റ് വരുമ്പോൾ ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് മാത്രം കോടമഞ്ഞ് മാറുന്നതാണ്. എന്തായാലും കാഴ്ചകൾ കാണാം.